അസൂയക്കാരിയും അത്യാഗ്രഹിയും. പണ്ട് ഒരു ഗ്രാമത്തിൽ അത്യാഗ്രഹിയായ ഒരു സ്ത്രീ ജീവിച്ചിരുന്നു. സ്വർണവും പണവും എത്ര കിട്ടിയാലും അവൾക്ക് മതിയാകില്ല. ഒരുപാട് സമ്പാദ്യമുണ്ടെങ്കിലും പോരാ പോരാ എന്ന ഭാവമായിരുന്നു അവൾക്ക്. കണക്കറ്റ സമ്പാദ്യമുണ്ടായിരുന്നിട്ടും അവൾക്കതിൽ തൃപ്തിയുണ്ടായില്ല. അവൾക്ക് ഒരു അയൽക്കാരിയുണ്ടായിരുന്നു, ഒരു കടുത്ത അസൂയക്കാരി. അന്യരുടെ നേട്ടങ്ങളിൽ അവൾക്ക് ഭയങ്കര കണ്ടുകടിയാണ്. അഭിവൃദ്ധിയിൽ കഴിയുന്നവർ നശിച്ചു കണ്ടാലേ അവൾക്ക് ആശ്വാസമാകൂ. അയൽക്കാരിയായ അത്യാഗ്രഹിയെ നശിപ്പിക്കാൻ തക്കം പാർത്തിരിക്കുകയായിരുന്നു ഈ അസൂയക്കാരി. അതിനു പറ്റിയ മാർഗമൊന്നും കാണാതെ അവൾ വിഷമിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെയിരിക്കെ തപസ് ചെയ്താൽ കിട്ടാവുന്ന നേട്ടങ്ങളെക്കുറിച്ച് അത്യാഗ്രഹിക്ക് എവിടെ നിന്നോ അറിവ് കിട്ടി. ഉഗ്രമായ തപസ്സുകൊണ്ട് ഈശ്വരനെ പ്രത്യക്ഷപ്പെടുത്തിയാൽ എന്തു വേണമെങ്കിലും ദൈവം വരമായി നൽകുമെന്ന് അവൾ മനസ്സിലാക്കി. ഇതുതന്നെ വഴി എന്നവൾ മനസ്സിലുറപ്പിച്ചു. തപസ്സു ചെയ്യാനായി അത്യാഗ്രഹി കാട്ടിലേക്ക് പോയി. ഉടൻ തന്നെ അത്യാഗ്രഹിയുടെ ലക്ഷ്യം അസൂയക്കാരി എങ്ങനെയോ മനസ്സിലാക്കി. അത്യാഗ്രഹിക്ക് എന്തെങ്കിലും ഗുണം വന്നാലോ എന്ന് വിചാരിച്ച് അസൂയക്കാരിയും തപസ്സിന് പുറപ്പെട്ടു. രണ്ടുപേരും വാശിയോടുകൂടി കഠിനമായി തപസ് ചെയ്തു. തപസ്സിൽ സന്തുഷ്ടനായ ഈശ്വരൻ രണ്ടുപേരുടെയും മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അല്ലയോ ഭക്തകളെ, ഞാൻ നിങ്ങളുടെ തപസ്സിൽ പ്രസാദിച്ചിരിക്കുന്നു. എന്തു വരം വേണമെങ്കിലും ചോദിച്ചുകൊള്ളുക. പക്ഷേ ഒരു കാര്യം, ആര് ആദ്യം ചോദിക്കുന്നുവോ അതിൻ്റെ ഇരട്ടി രണ്ടാമത്തെ ആൾക്ക് കിട്ടുന്നതാണ്. ഇത് കേട്ട് രണ്ടുപേരും ആദ്യം ഒന്നമ്പരന്നു. അത്യാഗ്രഹി വിചാരിച്ചു, അവൾ ആദ്യം ചോദിക്കട്ടെ, അപ്പോൾ അതിൻ്റെ ഇരട്ടി എനിക്ക് കിട്ടുമല്ലോ. ഞാൻ ആദ്യം ചോദിച്ചാൽ അതിൻ്റെ ഇരട്ടി അവൾക്കല്ലേ കിട്ടുക. അതുകൊണ്ട് അവൾ ഒന്നും മിണ്ടാതെ നിന്നു. എന്നാൽ അസൂയക്കാരിയുടെ ഉള്ളാകെ കുളിർത്തു. അവൾ ചിന്തിച്ചത് ഇങ്ങനെയാണ്: തേടിയ വള്ളി കാലിൽ ചുറ്റി. അത്യാഗ്രഹിയെ പറ്റിക്കാൻ ഇത് തന്നെ പറ്റിയ അവസരം. അവൾ ഈശ്വരനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു: ഭഗവാനെ, അടിയനിതാ വരം ചോദിക്കുന്നു. അങ്ങെനിക്ക് കനിഞ്ഞരുളിയാലും. മാത്രമല്ല, എനിക്ക് തരുന്നതിൻ്റെ ഇരട്ടി എൻ്റെ അയൽക്കാരിക്ക് കൊടുക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അവിടുന്ന് ദയവായി എൻ്റെ ഒരു കണ്ണ് പൊട്ടിക്കണേ. ഇത് കേട്ട അത്യാഗ്രഹി ഞെട്ടിപ്പോയി. ഈശ്വരൻ കനിഞ്ഞ് രണ്ടു പേർക്കും വരമരുളി. അത്യാഗ്രഹിക്ക് അസൂയക്കാരിയേക്കാൾ ഇരട്ടി കിട്ടി. അവളുടെ രണ്ട് കണ്ണും പൊട്ടിപ്പോയി. ഗുണപാഠം: അത്യാഗ്രഹവും അസൂയയും ആപത്ത് ക്ഷണിച്ചു വരുത്തും.